ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ ആണ്, ദത്തങ്ങളുടെ വ്യവസ്ഥപ്പെടുത്തൽ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ 3ാമത്തെ പാഠമാണ് നമ്മുടെ ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എങ്ങനെയാണ് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ആക്കി മാറ്റുന്നത് എന്നുള്ളത്. നമുക്ക് എങ്ങനെയാന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് എന്താണ് എക്സ്ക്ലൂസീവ് മെത്തേഡ്, എക്സ്ക്ലൂസീവ് രീതി എന്നുള്ളത് നമുക്ക് നോക്കാം. When the class interval are so fixed that the upper limit of one class is the lower limit of the next class, it is known as exclusive method of classification. അതായത് ഈ ക്ലാസ് ഇന്റർവൽ എന്ന് പറയുന്നത് ഭയങ്കര ഫിക്സഡ് ആയിരിക്കും. അതായത് ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആണ് രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പൊ 0 to 10, 10 to 20, ഇതെന്താണ്, ക്ലാസിഫിക്കേഷൻ ആണല്ലേ. 20 to 30 ക്ലാസ് ഇന്റർവൽ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. 30 to 40. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആണ് അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് മനസ്സിലായാലും രണ്ടാമത്തെ ക്ലാസ്സിനെയാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ലിമിറ്റിനെയാണ് നമ്മൾ അപ്പർ ലിമിറ്റ്. ഏറ്റവും മുകളിലുള്ളത് അപ്പർ ലിമിറ്റ്, താഴെ തുടങ്ങുന്ന ലോവർ, അങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഉച്ചസീമയും നീചസീമയും. അപ്പം ഇതാണ് ഉച്ചസീമ എന്ന് പറയുന്നത്. ഈ ഉച്ചസീമയാണ് അടുത്ത ക്ലാസ്സിന്റെ നീചസീമ എന്ന് പറയുന്നത്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മെത്തേഡിനെ വിളിക്കുന്നത് എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്നുള്ളത് ആണ്. നോക്കിക്കേ, ഒരു വർഗത്തിന്റെ ഉച്ചസീമ അടുത്ത വർഗത്തിന്റെ നീചസീമ ആകത്തക്ക വിധത്തിൽ വർഗാന്തരാളങ്ങളിൽ ക്രമപ്പെടുത്തുകയാണെങ്കിൽ അത് വർഗീകരണത്തിന്റെ എക്സ്ക്ലൂസീവ് രീതിയാണെന്ന് അറിയപ്പെടുന്നു. ഒരു ക്ലാസിന്റെ അല്ലെങ്കിൽ ഒരു വർഗത്തിന്റെ ഉച്ചസീമയാണ് അടുത്ത വർഗത്തിന്റെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് നീചസീമയെങ്കിൽ ഇത് ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡാണ് എക്സ്ക്ലൂസീവ് മെത്തേഡ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എൻറ്റയർലി സെയിം ആയിരിക്കും. 20, 30, 30, 40 ഇങ്ങനെ ആയിരിക്കും വരിക. ഇനി ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇൻക്ലൂസീവ് മെത്തേഡ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇൻക്ലൂസീവ് മെത്തേഡ്. when the upper class limit is included in the class itself, it is called inclusive method. അപ്പർ ക്ലാസ് ലിമിറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻക്ലൂസീവ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ എക്സ്ക്ലൂസീവ് ഒരു കാര്യമുണ്ട്. ഇപ്പം ഇവിടെ 10 എന്നൊരു നമ്പർ വരികയാണെങ്കിൽ നിങ്ങളത് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുവോ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുവോ? എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് നമ്മൾ ഡെഫിനറ്റ്ലി ഇവിടെയാണ് ഉൾപ്പെടുത്തുക. അതായത് ഇപ്പൊ 0 to 10 എന്ന് എഴുതിയാലും 0 മുതൽ 9 വരെയുള്ള നമ്പർ മാത്രമേ ഈ ഒരു വർഗത്തിൽ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. 10 എന്നൊരു നമ്പർ വന്നാൽ നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യില്ല. അത് 10 ലോവർ ലിമിറ്റ് ആയിട്ട് എവിടെയാണോ വരുന്നത് അവിടെയാണ് ഇൻക്ലൂഡ് ചെയ്യുക. അത് എക്സ്ക്ലൂസീവ് മെത്തേഡിന്റെ വേറൊരു പ്രത്യേകതയാണ്. ഇനി 20 എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാണോ ഇൻക്ലൂഡ് ചെയ്യുക ഇവിടെയാണോ ഇൻക്ലൂഡ് ചെയ്യുക? ഒബ്വിയസ്ലി 20 ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്ന ക്ലാസ്, നീചസീമയായിട്ട് വരുന്ന ക്ലാസ്സിലായിരിക്കും നമ്മൾ ആക്കുക. അതായത് ഇവിടെ ആയിരിക്കും നമ്മൾ 20 മാർക്ക് ചെയ്യുക. ഇത് എക്സ്ക്ലൂസീവ് മെത്തേഡിന്റെ വേറൊരു പ്രത്യേകതയാണ്. പക്ഷെ ഇതേപോലെ അല്ല ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോഴത്തേക്കും. ഇപ്പൊ ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആയിരിക്കൂല അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. അത് തമ്മിൽ എന്തുണ്ടാകും അടാ? ഡിഫറൻസ് ഉണ്ടാകും. നിങ്ങൾ നോക്കിക്കേ, 0 to 9, 0 മുതൽ 9 വരെ ഇതിന്റെ ഉച്ചസീമയും അടുത്ത ക്ലാസ്സിലെ നീചസീമ നോക്കിക്കേ 10 ആണ് ലോവർ ലിമിറ്റ്. എന്താ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇത് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇത് എന്ത് ക്ലാസ് ആണ്? ഇൻക്ലൂസീവ് ക്ലാസ് ആണ്. നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ഇവിടെ 9 എന്നൊരു നമ്പർ വന്നാൽ നമ്മൾ എവിടെ ഇൻക്ലൂഡ് ചെയ്യും? നമുക്കത് എവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ നിർവാഹമുള്ളൂ? ഇവിടെ 9 നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ 10 എന്നാ തുടങ്ങുന്നത്. സോ ആ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആ ക്ലാസ്സിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുമെങ്കിലും അത് എന്ത് ക്ലാസ് ആണ്? ഇൻക്ലൂസീവ് ആണ്. സോ 2 എണ്ണം ഉണ്ട്. എന്താ, ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആയിരിക്കൂല അടുത്ത ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ്, അതേപോലെ തന്നെ ആ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് അവിടെ തന്നെ ഇൻക്ലൂഡ് ചെയ്യും. ഇതാണ് ഇൻക്ലൂസീവ്. ഇനി നമ്മൾ എക്സ്ക്ലൂസീവ് എന്താ പഠിച്ചത്? ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആണ് അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. ഇനി ആ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് അവിടെ ഇൻക്ലൂഡ് ചെയ്യില്ല, താഴത്തെ ക്ലാസ്സിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുക. ഈ രണ്ട് മെത്തേഡ് മനസ്സിലായെങ്കിൽ നമുക്കൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. നോക്കിക്കേ, കൺവേർട്ട് ദ ഫോളോയിങ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇൻടു എക്സ്ക്ലൂസീവ് ക്ലാസ് ഇന്റർവൽ. അപ്പൊ താഴെ തന്നിരിക്കുന്നത് ഓൾറെഡി നമുക്ക് മനസ്സിലായി ഇൻക്ലൂസീവ് ആണ്. എങ്ങനെ മനസ്സിലാക്കാം? 0 to 7, 8 to 14 എന്തുണ്ട്? നമ്മുടെ അപ്പർ ലിമിറ്റും അടുത്ത ക്ലാസ്സിലെ ലോവർ ലിമിറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. സോ ഇത് എന്ത് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്? ഇൻക്ലൂസീവ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഒരു ഇൻക്ലൂസീവ് രീതിനെ എങ്ങനെ എക്സ്ക്ലൂസീവ് ആണെന്ന് നമുക്ക് നോക്കിക്കോ. അപ്പം രണ്ടാമത്തെ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് 8, അതിൽ നിന്നും ആദ്യത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ്
ഉച്ചസീമ 7 മൈനസ് ചെയ്യാം. എത്ര കിട്ടി? 8 മൈനസ് 7 1. കിട്ടിയിരിക്കുന്ന ഈ നമ്പർ, ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 2 കിട്ടുന്നതെങ്കിൽ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്താണോ ഇവിടെ കിട്ടുന്നത് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടും? 1 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 0.5 ആണ്. ഈ കിട്ടിയ 0.5നെ എല്ലാ ലോവർ ലിമിറ്റിൽ നിന്നും മൈനസ് ചെയ്യുക, എല്ലാ അപ്പർ ലിമിറ്റിന്റെ കൂടെ ആഡ് ചെയ്യുക. എല്ലാ ലോവർ ലിമിറ്റിൽ നിന്ന് മൈനസ് ചെയ്യുക, എല്ലാ അപ്പർ ലിമിറ്റിനും ആഡ് ചെയ്യുക. നമുക്ക് നോക്കാം. 0നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട, 0 അതേപോലെ എഴുതിയാൽ മതി, ഒരു പ്രശ്നമില്ല. 0 7ന്റെ കൂടെ എന്താ ചെയ്യേണ്ടത്? 0.5 ആഡ് ചെയ്യേണ്ടത്. അപ്പൊ 7.5 8 മൈനസ് 0.5 7.5 14 പ്ലസ് 0.5 14.5 15 മൈനസ് 0.5 14.5 21 പ്ലസ് 0.5 21.5 22 മൈനസ് 0.5 21.5. ഇനി അപ്പുറത്തത് 28 പ്ലസ് 0.5 28.5 29 മൈനസ് 0.5 28.5 235 പ്ലസ് 0.5 35.5. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇത് ഇൻക്ലൂസീവിൽ നിന്ന് എക്സ്ക്ലൂസീവ് ആയി. നോക്കിക്കേ, ഈ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആണ് അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. അതേപോലെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതേപോലെ 7.5 എന്നൊരു നമ്പർ വന്നു കഴിഞ്ഞാൽ അത് ഇവിടെയല്ല, ഇവിടെയാണ് ഇൻക്ലൂഡ് ചെയ്ത് വെക്കുക. മനസ്സിലായോ? എന്താ നമ്മൾ ചെയ്തത്? ഒന്നുകൂടെ മിസ് പറഞ്ഞു തരാം. മക്കളെ നോക്കിക്കോ, എന്താ ചെയ്തത്? ആദ്യം നമ്മൾ രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ്, അതിൽ നിന്നും ആദ്യത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് മൈനസ് ചെയ്തു. കിട്ടിയ ഡിഫറൻസ് 1 ആയതുകൊണ്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1 ആണെങ്കിലും 3 ആണെങ്കിലും 4 ആണെങ്കിലും കിട്ടിയ നമ്പറിനെ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇത് എന്ത് നമ്പർ ആണെങ്കിലും. സോ ഡിവൈഡഡ് ബൈ 2 ചെയ്തു. 2 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടി? 0.5 കിട്ടി. ഈ കിട്ടിയ 0.5നെ ലോവർ ലിമിറ്റിൽ നിന്ന് മൈനസ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കുക, ലോവർ ലിമിറ്റിൽ നിന്ന് മൈനസേ ചെയ്യുള്ളൂ, അപ്പർ ലിമിറ്റിന്റെ കൂടെ ആഡേ ചെയ്യുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ആ ക്ലാസ് കൂടെ എഴുതി വെച്ചാൽ മതി. ഇതെന്തായി? എക്സ്ക്ലൂസീവ് രീതിയായി. ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ക്ലാസ് ഇന്റർവൽ ഫ്രം ദ ഫോളോയിങ്. താഴെ 2 ക്ലാസ് ഇന്റർവൽ കൊടുത്തിട്ടുണ്ട്. ഇതില് ഏതാണ് ഇൻക്ലൂസീവ് ഏതാണ് എക്സ്ക്ലൂസീവ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 0 to 10 20 20 ഏത് പച്ചവെള്ളം പോലെ അറിയാം. എ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് രീതിയാണ്. ഇനി ബി നോക്കിക്കേ, 0 to 10 11 to 20. അപ്പൊ 10ഉം 11ഉം ആദ്യത്തെ ക്ലാസ്സിന്റെ ഉച്ചസീമയും രണ്ടാമത്തെ ക്ലാസ്സിന്റെ നീചസീമയും തമ്മിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. സോ ഇതെന്താണ്? ബി എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ക്ലാസ് ആണ്. മനസ്സിലായോ? ഇങ്ങനെയാണ് 2 ക്ലാസ്സും കണ്ടുപിടിക്കുക. ഇതിന്റെ ഡിഫറൻസിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിക്ക എക്സാമിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്താ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റിനും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് ആയിരിക്കില്ല രാമത്തെ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് എക്സ്ക്ലൂസീവ്. എന്താ? ആദ്യത്തെ ക്ലാസ്സിന്റെ ഉച്ചസീമ ലോവർ അപ്പർ ലിമിറ്റ് ആയിരിക്കും, രണ്ടാമത്തെ ക്ലാസ്സിന്റെ നീചസീമ ലോവർ ലിമിറ്റ്. അതായത് ഇപ്പൊ നോക്കിക്കേ, 0 to 10 10 to 20 ഇങ്ങനെ ആയിരിക്കും വരിക. അവിടെ 0 to 9 10 to 19 അങ്ങനെയായിരിക്കും വരിക. ഇനി വാല്യൂ ഓഫ് എ അപ്പർ ലിമിറ്റ് ഓഫ് എ ക്ലാസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസ് ഇറ്റ് സെൽഫ്. അതായത് ഇവിടെ 9 എന്നൊരു നമ്പർ ഉണ്ടെങ്കിൽ അത് ആ ക്ലാസ്സിൽ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ഈ ക്ലാസ്സിൽ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എക്സ്ക്ലൂസീവിൽ അങ്ങനെയാണോ? അല്ല. 10 എന്നൊരു നമ്പർ, 10 അവിടെ അപ്പർ ലിമിറ്റ് അല്ലേ, ഇവിടെ അപ്പർ ലിമിറ്റ് ഇവിടെ തന്നെയാണോ ഇൻക്ലൂഡ് ചെയ്യുന്നത്? അല്ല, രണ്ടാമത്തെ ക്ലാസ്സിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഇവിടെ 0 to 9 വരെ നമ്പേഴ്സ് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതാണ് എക്സ്ക്ലൂസീവിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നോ കണ്ടിന്യൂറ്റീസ് മെയിൻറ്റൈൻഡ് 0 to 9 10 to 9 അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ഇല്ല, പറയാനൊരു രസമില്ലല്ലോ. ഇവിടെ കണ്ടിന്യൂറ്റി ഉണ്ട്. 0 to 10 10 to 20 അങ്ങനെ പറയാൻ നമുക്ക് എന്തുണ്ട്? കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പൊ ഇതാണ് എക്സ്ക്ലൂസീവും ഇൻക്ലൂസീവും തമ്മിലുള്ള വ്യത്യാസം. ഇത് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു വെക്കുക. ഒരു ക്ലാസ് തന്നു കഴിഞ്ഞാൽ അത് എക്സ്ക്ലൂസീവ് ആണോ ഇൻക്ലൂസീവ് ആണോ എന്ന് മനസ്സിലാകണം. അതേപോലെ ഉച്ചസീമയും നീചസീമയും തിരിഞ്ഞു പോകില്ലല്ലോ, എല്ലാം പക്ക ക്ലിയർ അല്ലേ? അപ്പൊ ഇതേപോലെ വീഡിയോസ് ഒക്കെ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് ഇതേപോലെ വീഡിയോ ആയിട്ട് ഇനിയും മീറ്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.